അല്ല, അത് അല്ല ഞങ്ങൾ ഉയർത്തുന്ന വിഷയം, ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല അത്. അതെന്തോ ആയിക്കൊള്ളട്ടെ, ഞങ്ങളെ സംബന്ധിച്ചോളം അതൊരു വിഷയമല്ല. ഞങ്ങൾ സഖാവ് സ്വരാജിനെ ഇന്നലെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടുകൂടി UDF നേതൃത്വത്തിൻ്റെ മുഖം തന്നെ വാടിയത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി, കരുത്തനായ സ്ഥാനാർത്ഥി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തുന്ന രാഷ്ട്രീയം ജനങ്ങളിൽ നല്ല നിലയിൽ എത്തിക്കുന്ന പോരാളിയാണ് സ്വരാജ്. സ്വരാജ് നിലമ്പൂർക്കാരനാണ്. എല്ലാ നിലയിലും ഇടതുപക്ഷത്തിൻ്റെ വിജയം ഉറപ്പിക്കുന്നതാണ് സഖാവ് സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം. LDF 2026 തിരഞ്ഞെടുപ്പ് വിജയം തുടർച്ചയായ ഭരണത്തിൻ്റെ സഹായകരമാകുന്ന ഒരു നിലയായിരിക്കും നിലമ്പൂർ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം. എല്ലാ നിലയിലും ഞങ്ങളുടെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോവുകയാണ്. പൊതുവെ സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ നല്ല നിലയിൽ ജനങ്ങളിലെത്തിക്കാനും നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ LDF സർക്കാർ നേതൃത്വം കൊടുത്ത് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലെത്തിക്കാനും ഇതിലൂടെ സാധിക്കും എന്നാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത്. ഞങ്ങൾ പറയാൻ പോകുന്നത് രാഷ്ട്രീയമാണ്. രാഷ്ട്രീയം നല്ല നിലയിൽ ഞങ്ങൾ ജനങ്ങളിലെത്തിക്കും. അത് അല്ല, നമ്മൾ രാഷ്ട്രീയ പോരാട്ടത്തിന് തയ്യാറായിരിക്കുകയാണ്. രാഷ്ട്രീയ പോരാട്ടമാണത്. നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയ പോരാട്ടമായി കണ്ടുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അത് തീർച്ചയായിട്ടും ഏറെ ഗുണകരമായി മാറും. അത് നമ്മൾ വെയിറ്റ് ആൻഡ് സീ എന്താണെന്നുള്ളത് പരിശോധിക്കണം. അത് ജനങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ. നമ്മളിപ്പോൾ അതിലേക്ക് മറുപടി പറയണം. ജനങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വേറെ വറീഡാവേണ്ട പ്രശ്നം വരുന്നില്ല. അതൊക്കെ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുക, നല്ല ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും. അത് ഒരു കേന്ദ്രത്തിന് മാത്രമല്ലല്ലോ, പല കേന്ദ്രത്തിനും ആരോപണമില്ലേ. നിങ്ങൾ ഒന്ന് ഒരു ദിവസം എണ്ണി നോക്കി, ഒരു ദിവസം എത്ര വിഷയങ്ങൾ ആരോപണം വരുന്നുണ്ട്. ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടായാലും ആരോപണമായി വരുന്നു, ആ സംഭവം ഉണ്ടായില്ലെങ്കിലും ആരോപണമായി വരുന്നു. ഇതിപ്പോഴല്ലല്ലോ, കുറേ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള പൊളിറ്റിക്സ് എന്താണെന്ന് നമുക്കറിയാമല്ലോ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് വലിയ ആരോപണമാണ്, ഏതൊക്കെ നിലയിലുള്ള ആരോപണമാണ് വന്നത്. പക്ഷേ ബേപ്പൂർ നിയോജക മണ്ഡലം കണ്ട സർവ്വകാല റെക്കോർഡ് ഭൂരിപക്ഷത്തിനാണ് അവിടെ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഞാൻ വിജയിച്ചിട്ടുള്ളത്. അപ്പോൾ ജനങ്ങളിതൊക്കെ തന്നെ മനസ്സിലാക്കുന്നുണ്ട്. ആരോപണങ്ങളും വ്യക്തിഹത്യ നടത്തേണ്ട ആരായിക്കൊള്ളട്ടെ, അവർ നടത്തട്ടെ, എത്ര വേണം നടത്തിക്കോ. ഞാൻ തിരിച്ച് ഒന്നും തന്നെ അതേ നിലയിൽ മറുപടി പറയില്ല. അല്ല, ഞാൻ പറഞ്ഞ അല്ല, ഞങ്ങളുടെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ എല്ലാ നിലയിലും ഇടപെടും. അതോടൊപ്പം തന്നെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം ജനങ്ങളോട് പറയാനും ഞങ്ങളിതിന് ഉപയോഗപ്പെടുത്തും. അപ്പോൾ തെരഞ്ഞെടുപ്പിനെ ഞങ്ങളുടെ രാഷ്ട്രീയം നല്ല നിലയിൽ പറയാൻ വേണ്ടി ഞങ്ങൾ ഉപയോഗപ്പെടുത്തും. PSC തലവനാരാന്നറിയില്ലേ? അപ്പോൾ അത് പറഞ്ഞാൽ പോരെ. KC വേണുഗോപാൽ പറയുന്നതെന്ന് പറഞ്ഞാൽ മതി, എന്നാൽ ഒന്നുകൂടി എളുപ്പമാണ്. അദ്ദേഹം ഉൾപ്പെടെ മന്ത്രിയായ മന്ത്രിസഭയുടെ ഭരണകാലത്താണ് ഈ പദ്ധതി നടക്കില്ല എന്ന് പറഞ്ഞ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഓഫീസും പൂട്ടി പോയത്. അന്ന് ഗ്രൂപ്പ് പോരിൻ്റെയും തമ്മിലടിയുടെയും കെടുകാര്യസ്ഥതയൊക്കെ ഭാഗമായി മലയാളിയുടെ ചിരകാല സ്വപ്നമായ ഈ പദ്ധതി ഇല്ലാതെ പോയി. അതെങ്ങനെ യാഥാർത്ഥ്യമായി ഞാൻ പറയണം. കാരണം ഇത് ഇടയ്ക്കിടയ്ക്ക് പറയണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് സർക്കാർ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ദേശീയപാത വികസനത്തിന് ഫണ്ട് ചെലവഴിച്ചു. 100-200 കോടിയല്ല, 5600 കോടി. ഭൂമി ഏറ്റെടുക്കൽ എന്തൊക്കെ തടസ്സമുണ്ടായിരുന്നു. വയൽക്കിളി സമരം മുതൽ എന്തൊക്കെ സമരം, ഇവരൊക്കെ അതിൽ പങ്കെടുത്തിട്ടില്ലേ? UDF പങ്കെടുത്തില്ലേ? BJP പങ്കെടുത്തില്ലേ? കേരളത്തിലെ BJP പങ്കെടുത്തില്ലേ? എന്നിട്ട് നിശ്ചയദാർഢ്യത്തോടു കൂടി സംസ്ഥാന സർക്കാർ എടുത്ത നിലപാടല്ലേ ഇന്ന് വലിയൊരു ശതമാനം NH 66 പ്രവൃത്തി പൂർത്തീകരണത്തിന് കാരണമായി മാറിയിട്ടുള്ളത്. ഇത് ഞാൻ മാത്രം പറയുന്നതാണോ?
സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രിമാർ മാത്രം പറയുന്നതാണോ? മുഖ്യമന്ത്രി മാത്രം പറയുന്നതാണോ? നിതിൻ ഗഡ്കരി പറഞ്ഞ കാര്യമല്ലേ, സ്റ്റേറ്റ് ഗവൺമെൻറ് ഇടപെടൽ മാതൃകാപരമാണ്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞ കാര്യമല്ലേ. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയാം. പിന്നെ നിർമ്മാണം നല്ല നിലയിൽ നടക്കണം. അതിൻ്റെ പോരായ്മകൾ ഗൗരവത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ എടുക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ഇതിൻ്റെ ഭാഗമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയെ കാണുന്നുണ്ട്. ഞാനും കൂടെ പോകുന്നുണ്ട് ഡൽഹിയിൽ. അത് ഇതാ ഈ 4-ാം തീയതി. അതെ. അപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ ദേശീയപാത തീർച്ചയായും ഇടതുപക്ഷ സർക്കാരിൻ്റെ നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് യാഥാർത്ഥ്യമായത്. 2016 LDF അല്ലായിരുന്നു കേരളത്തിൽ അധികാരത്തിൽ വന്നിരുന്നതെങ്കിൽ ഇങ്ങനെയൊരു പദ്ധതി ഉണ്ടായില്ല. അത് ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് പറയും, ആരും ബേജാറായിട്ട് കാര്യമില്ല. അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് പറയുമ്പോൾ തിരിച്ച് നല്ല നിലയിൽ വ്യക്തിഹത്യയും തെറിവിളികളും തുടർന്നോട്ടെ. എന്ത് തുടർന്നാലും ദേശീയപാതേൻ്റെ കാര്യം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അതിന് ഒന്നാം നേരം കുറവാണ്. പല ടൈപ്പ് വരട്ടേന്ന്. അതൊക്കെ നമുക്ക് ഈ ട്രോൾ ആർക്ക് വേണ്ടിയാണ്? ജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കാനല്ലേ ട്രോൾ. ജനങ്ങൾക്കിടയിൽ നല്ല മതിപ്പാണെന്നുള്ള നല്ല ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ എന്ത് ട്രോളിന് പേടിക്കണം? ഒന്നിനും പേടിക്കണം. അതുകൊണ്ട് എല്ലാ നിലയിലുള്ള അറ്റാക്കും നടത്തിക്കോട്ടെ, നോ പ്രോബ്ലം. വളരെ ഹാപ്പി ആയിട്ട് എടുക്കും. ഞാൻ അറ്റാക്ക് നടത്തുന്നവരോട് ഒരു വിരോധമില്ല കേട്ടോ. ഒരു വിരോധമില്ല. ട്രോളുകളൊന്നും ഇവിടെ ഒരു പ്രശ്നമില്ലാന്ന്. അതൊക്കെ എല്ലാ വഴിക്കും വന്നോട്ടെ. നമ്മൾ ജനങ്ങളിൽ ആത്മവിശ്വാസത്തോടെ നിൽക്കുക, ജനങ്ങളോട് കാര്യങ്ങൾ പറയുക. നമ്മൾ ജനങ്ങളിൽ ഇറങ്ങുന്നവരല്ലേ. ഇപ്പം ഇന്ന് രാവിലെ ഇവിടെ വരുന്നതിന് മുമ്പ് എത്ര ആളുകളുടെ പ്രശ്നം കേട്ടു, എത്ര ആളുകളെ കണ്ടു. അപ്പോൾ അവരുടെ സംസാരം, അവരുടെ ബോഡി ലാംഗ്വേജും കണ്ടാൽ തന്നെ നമുക്കറിയില്ല അവർക്ക് നമ്മളോട് എന്താണ് ഉള്ള ഒരു അഭിപ്രായം. ഇത്തരം വിഷയങ്ങൾ അവരെയൊക്കെ ബാധ്യതയൊക്കെ നമുക്ക് കണ്ടാൽ അറിയില്ല. നമ്മൾ ഒരാളടുത്ത് നിന്ന് അയ്യോ ഇതാ ട്രോള് കാരണം ഉള്ള പെശകുള്ള ആളല്ലേ എന്ന് പറഞ്ഞ് ഓടി ഒളിക്കുകയല്ലല്ലോ ചെയ്യുന്നത്. ജനങ്ങൾ സ്നേഹപ്രകടനം നടത്തുകയാണ്. അത് LDFൻ്റെ ഓരോ മന്ത്രിമാരോടും LDFൻ്റെ നേതാക്കന്മാരോടും അങ്ങനെയാണ്. ജനങ്ങൾക്ക് പ്രതീക്ഷയാണ് ഞങ്ങൾ. അതുകൊണ്ട് അതിലൊന്നും ഒരു പ്രശ്നമില്ല. എത്ര അറ്റാക്ക് വേണം നടത്തിക്കോ. ഞങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കാൻ ജനങ്ങളുടെ പിന്തുണയോടെ, ജനങ്ങളിൽ വിശ്വാസമർപ്പിച്ച്, ജനങ്ങൾക്കൊപ്പം ഒരു ജനസേവകരായി ഞങ്ങളൊക്കെ ഉണ്ടാവും. ഇതിപ്പോൾ നിങ്ങൾ മൈക്ക് അങ്ങോട്ടൊന്ന് മാറിപ്പോൾ ഇത് ആരേത് ചാനലാണ് മനസ്സിലാവില്ല. പറഞ്ഞോളൂ. അല്ല, ഞാൻ പറഞ്ഞല്ലേ, ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞു. അതിൽ എല്ലാ വിഷയവും അവിടെ ചർച്ച ചെയ്യും. സംസ്ഥാന സർക്കാർ ഒരിക്കലുമല്ല. ഞങ്ങളെടുത്ത നിലപാട് അതിൽ വ്യക്തമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് അതിൽ അറിയുന്നതാണ്. കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് എടുത്ത സമീപനം എന്താണ്, ഇതൊക്കെ ചർച്ച ചെയ്യാലോ തെരഞ്ഞെടുപ്പിൽ. തുറന്ന് ചർച്ച ചെയ്യാം. അതൊക്കെ ജനങ്ങൾ പറയുന്നു, ജനങ്ങൾ മനസ്സിലാക്കുന്നു. അതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. സ്വരാജ് അവിടെ ഉണ്ടായിരുന്നു, വന്നിരുന്നു. ഇനി സ്വരാജ് വന്നിട്ടില്ല വെച്ചാൽ പ്രിയങ്ക ഗാന്ധി അവിടെ ഫുൾ ടൈം ഉണ്ടായിട്ടാണോ എത്ര വോട്ടിന് ജയിച്ചത്? ആണോ ഈ പറയുന്നവർ? അങ്ങനെ എന്നു മുതലാണ് ഇങ്ങനത്തെ വാദം തുടങ്ങിയത്? സ്വരാജ് ആ നാട്ടുകാരനാണ്. സ്വരാജ് അവിടെ പാർട്ടിയുടെ താഴെത്തട്ടിൽ പ്രവർത്തിച്ച് വന്ന സഖാവാണ്. അതെ, നിശ്ചയദാർഢ്യത്തോട് നിലപാടെടുക്കുന്നയാളാണ്. അവിടെ ഞാൻ കണ്ടിട്ടുണ്ട് സ്വരാജ് അവിടെ വന്നിട്ടുള്ള ചിത്രം കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ബാലിശമായ വാദമാണെന്ന് ആ നാട്ടിലുള്ള ജനങ്ങൾക്ക് സ്വരാജിനെ അറിയാം. സ്വരാജ് എടുക്കുന്ന നിലപാടറിയാം. എനിക്കറിയില്ല അദ്ദേഹം എന്താണെന്ന് പറഞ്ഞത്. 1991 KG മാരാരുടെ ഒരു ആത്മകഥ ഉണ്ടായിരുന്നു. 40 നിയമസഭാ മണ്ഡലങ്ങളിൽ കോലീബി സഖ്യം വോട്ട് മറിച്ചത്. അന്നതിലെ മുഖ്യ കഥാപാത്രം അദ്ദേഹം. അന്ന് ആ ചർച്ച നടന്നത് ഇദ്ദേഹം പാർലമെൻറ്റ് അംഗമായ കോഴിക്കോട് വെച്ചിട്ടാണ്. അദ്ദേഹം തന്നെ ഇത് പറയണം. അദ്ദേഹം മത്സരിച്ച സമയത്ത് തൃശ്ശൂരിൽ എങ്ങനെ കനത്ത തിരിച്ചടി കിട്ടിയെന്നുള്ളത് അദ്ദേഹം പറഞ്ഞതല്ലേ. കോൺഗ്രസിൻ്റെ വോട്ട് BJPക്ക് പോയത്. അവിടെ ആരെങ്കിലും നടപടി എടുത്തോ? വോട്ട് മറിക്കാൻ BJPയെ കേരളത്തിനാകെ, മതനിരപേക്ഷ കേരളത്തിന് അപമാനമാകുന്ന നിലയിൽ, മലയാളി തലകുനിച്ചു പോകുന്ന നിലയിലേക്കുള്ള ഒരു ജനവിധിക്ക് കാരണമായ ഒറ്റുകാരുടെ റോള് വഹിച്ച കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരെ നടപടിയെടുക്കാൻ കോൺഗ്രസ് പാർട്ടി തയ്യാറായിട്ടുണ്ടോ? എന്നിട്ട് അവർക്ക് ചേലക്കര ചുമതല കൊടുത്ത്. പക്ഷെ ചേലക്കര ഞങ്ങൾ ജയിക്കുകയും ചെയ്ത്. അപ്പോൾ പറയേണ്ടവർ പറഞ്ഞോട്ടെ, അതിലൊന്നും കുഴപ്പമില്ല. ഓക്കെ, എന്താ സംശയം?
ഞാൻ പറഞ്ഞു തരട്ടെ, നിങ്ങൾ ഇപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 2021 എന്തൊരു അറ്റാക്ക് ആയിരുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് LDFനെതിരെ ജയിച്ചില്ല ഞങ്ങൾ. ഈ അറ്റാക്ക് കണ്ട് വിരളി പിടിച്ചിട്ടുണ്ടെങ്കിൽ കാര്യം നടക്കുമോ? ജനങ്ങളെ ഞങ്ങൾ എല്ലാ ദിവസവും കാണുന്നില്ലേ? അല്ല, അതൊക്കെ എന്തിനും ഇപ്പോൾ മഴ പെയ്ത് പ്രശ്നമെന്ന് പറയും, മഴ പെയ്തില്ലെങ്കിൽ മഴ പെയ്തില്ല എന്ന് പ്രശ്നം വരും. അതൊക്കെ പറയേണ്ടവർക്ക് എന്തും പറയാലോ, എന്തൊക്കെ പറയാം, ഒന്നും പ്രശ്നമില്ല.